അത്യാവശ്യക്കാരനായ കസ്റ്റമറോട് കഥ പറയാൻ നിൽക്കരുത്. ഒരിക്കലും ഞാൻ ദുബായിൽ നിന്നും ഖത്തറിലേക്ക് വേണ്ടി ട്രെയിനിങ്ങിന് പോവാം. ദുബായിൽ ട്രെയിനിങ്ങിന് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഖത്തറിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എൻ്റെ ഷൂവിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് ഷൂ മാറ്റണം. കാരണം അപ്പോൾ ദുബായിൽ കരാമയിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് ഷൂ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചൊരു ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഷോപ്പിൽ ഇറങ്ങിയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എന്നെ അറിയാവുന്നൊരു മലയാളിയായിട്ടുള്ള ഒരു പയ്യൻ തന്നെയാണ് അവിടെ ഉള്ളത്. ഞാൻ ഷൂ എടുത്തു തരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എനിക്ക് ഷൂ ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ എടുത്തു തരുകയാണ്. അപ്പോൾ എനിക്ക് കൊള്ളാവുന്നതൊന്ന് തോന്നി, ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അല്ലല്ല, ഞാൻ ഇതിനേക്കാളും നല്ലത് ഞങ്ങളുടെ ഗോഡൗണിലുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പോയി. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിന് സമയം വൈകുന്നുണ്ട്, ഇത് ഓക്കെയാണ്, ഷൂ അത്യാവശ്യമായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ അവസാനം പിന്നെ അവന് വരുന്നത് കാണാതായപ്പോൾ എൻ്റെ ഫ്ലൈറ്റിന് ലേറ്റ് ആകുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഷൂ വാങ്ങാതെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി. ഖത്തറിലെത്തിയതിന് ശേഷമാണ് പിന്നീട് ഞാൻ അവിടുന്ന് ഷൂ വാങ്ങിച്ചിട്ട് പ്രോഗ്രാമിന് പോകുന്നത്. ഇത് പറഞ്ഞു വന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ബാക്കി ഒന്നും ഒരു പെയിൻ ആയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തരക്കേടില്ലാത്ത ഷൂ പെട്ടെന്ന് കിട്ടണമായിരുന്നു. അപ്പോൾ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നല്ല പ്രോഡക്റ്റ് ഒന്നും ഡിമാൻഡിങ് അല്ല. ഒരു കസ്റ്റമറെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കസ്റ്റമർ കൺവിൻസ്ഡ് ആയി, ആ പ്രോഡക്റ്റ് ഇഷ്ടമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ക്ലോസ് ചെയ്തേക്കണം. പിന്നെ അവിടെ കഥ പറഞ്ഞിരിക്കരുത്. കസ്റ്റമർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മുഴുവൻ ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇനിയും പറയാൻ ബാക്കിയുണ്ടാവും. ശരിയാണ്, അതൊക്കെ പിന്നീട് പറഞ്ഞാൽ മതി. അയാൾക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞു, അയാളത് വില്ലിങ്നെസ് അറിയിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ മൂളലിലായിരിക്കാം, നോട്ടത്തിലായിരിക്കാം. വേഗം ക്ലോസ് ചെയ്യാം, പെട്ടിയിൽ പൈസ വാങ്ങിച്ചിടുക, ഒക്കൊള്ളുക.